നാളികേരം അടിക്കുന്നതിനുള്ള സൗകര്യം. ഗുഡ് മോർണിംഗ്. ഒരുപാട് നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു കേട്ടോ തിരുവായൂരണിക്കുളം ക്ഷേത്രത്തിലോട്ട് വരണം എന്നുള്ളത്. അപ്പൊ ഇന്ന്, അതായത് ഈ ക്ഷേത്രം തുറന്ന് 12ാമത്തെ ദിവസമാട്ടോ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ 4 മണിക്ക് പുറപ്പെട്ട യാത്രയായിരുന്നു. പുലർച്ചെ വന്നുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല. ഒരു 1.5 മണിക്കൂറിൽ തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റിട്ടോ. കയറി വരുമ്പോ തന്നെ വലിയൊരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെ നമുക്ക് കാണാം. പിന്നെ ദൂരെ നിന്നുള്ള യാത്രക്കാർക്ക് വേണ്ടി നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാനും ഒക്കെ ഇവിടെ പാർക്കിങ്ങിന്റെ തൊട്ടടുത്തായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിന്റെ പ്രത്യേകതകൾ പറയുന്നേക്കാളും മുന്നേ ഈ അമ്പലം നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വെള്ളാരംപള്ളിയിലാട്ടോ, അതായത് കാലടിക്ക് അടുത്തായിട്ട്. ചെരുപ്പ് വെക്കാൻ അമ്പലത്തിനുള്ളിലായിട്ട് സൗകര്യം ഉണ്ടെങ്കിലും ഞാൻ കാറിനുള്ളിലാട്ടോ വെച്ചത്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ 8 മണിക്കൂറത്തേക്ക് 60 രൂപയും 2 വീലർ ആണെങ്കിൽ 10 രൂപയാട്ടോ വരുന്നത്. പക്ഷെ വെർച്വൽ ക്യൂവില് ബുക്ക് ചെയ്തവർക്ക് അതിന്റെ റെസീറ്റ് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ. അവരുടെ ഓൺലൈൻ വെബ്സൈറ്റും ലൊക്കേഷനും ഞാൻ ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. ഇത് നമുക്ക് ഓൺലൈൻ പാർക്കിംഗ് റെസീറ്റ് കിട്ടിയതാണ്. 65 രൂപയാട്ടോ വരുന്നത്. സന്ദർശനത്തിനായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ചെന്ന് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റെസീറ്റ് ഇതേപോലെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഞങ്ങൾ ബുക്ക് ചെയ്തത് ആധാർ ID വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള തീയതിക്കും സമയത്തും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുമല്ല, വെർച്വൽ ക്യൂ ബുക്കിംഗ് സൗജന്യമായിട്ട് ഭക്തർക്ക് നടത്താവുന്നതാണ്. ഒരു ലോഗിൻ ഐഡിയിൽ നിന്ന് 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്തിട്ടുള്ള ടൈം സ്ലോട്ടിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ വെരിഫിക്കേഷൻ ക്യൂ കൗണ്ടറിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവിടെ നിന്ന് നമുക്ക് ഈ റെസീറ്റ് കാണിക്കുമ്പോൾ അകത്തേക്ക് കടക്കാനുള്ള പാസ് കിട്ടും കേട്ടോ. പാർക്കിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിന്റെ വെരിഫിക്കേഷൻ കൗണ്ടർ. ഇവിടെ നിന്ന് ആകെ ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലേക്ക്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരേന്ന് വന്ന കാരണം ക്ഷീണം മാറ്റാൻ നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് അകത്തോട്ട് പോയത്. ഈ കടയിൽ നമ്മൾ മുറുക്കും കണ്ടു. അതിന്റെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു പലഹാരം ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ 12 ദിവസം വിശേഷ ദിവസങ്ങളായോണ്ട് തന്നെ പോണ നടപ്പാതയിലെല്ലാം ഇങ്ങനെ പന്തല് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഭക്തർ ഇത്രയും ദൂരത്ത് നിന്ന് ഈ അമ്പലത്തിലേക്ക് വരുന്നതെന്ന് അറിയണ്ടേ? തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു ശ്രദ്ധേയമായ പ്രത്യേകത ശിവനും പാർവതിയും പരസ്പരം വിപരീത ദിശകളിലേക്കാണ് ദർശനം നൽകുന്നത് എന്നതാണ്. ഇത് അപൂർവമായ ഒരു വിശേഷതയാണ്. മറ്റൊരു അതുല്യ സവിശേഷതയായി ദേവി പാർവതിയുടെ ശ്രീകോവിൽ ഒരു വർഷത്തിൽ വെറും 12 ദിവസങ്ങൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ മഹാദേവിന് വേണ്ടിയിട്ടുള്ള നൈവേദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ശ്രീ ഭഗവതിയാണ് എന്നുള്ള ഒരു സങ്കല്പം ഇവിടെയുണ്ട്. അപ്പോ ഒരിക്കൽ ഇതിന് സംശയം തോന്നിയ ഇവിടത്തെ ഭൂരാളനായിട്ടുള്ള അകവൂർ മലയിലെ കാരണവർ ഒരിക്കൽ തിരപ്പിള്ളി തുറന്നു നോക്കിയപ്പോ അവിടെ ഭഗവതി പാചകം ചെയ്യുന്നത് കണ്ടു. ഇത് കണ്ട ഭഗവതി കോപിഷ്ഠയായി അമ്മ ഇനി അവിടെ ഉണ്ടാകില്ല എന്നും അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം അപേക്ഷിച്ച് പറഞ്ഞപ്പോൾ ഭഗവതി തിരുവാതിര തൊട്ടിട്ടുള്ള 12 ദിവസം ഇവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 12 ദിവസങ്ങളിൽ ഭഗവതിയുടെ പൂർണ്ണ ചൈതന്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും എന്നതാണ് വിശ്വാസം. ക്ഷേത്രത്തിനകത്തോട്ട് ചെല്ലുമ്പോൾ വലിയൊരു ക്യൂ കാണാട്ടോ. തൊട്ടടുത്ത് തന്നെയായിട്ട് കുടിവെള്ളവും അവിടെ വെച്ചിട്ടുണ്ട്. അതിരാവിലെ വന്നോണ്ട് നമുക്ക് വലിയ തിരക്കൊന്നും കിട്ടിയില്ല. നേരെ പോയി വഴിപാട് കൗണ്ടറിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വഴിപാടൊക്കെ കൊടുത്തു കേട്ടോ. ഇവിടത്തെ പ്രധാന വഴിപാടുകളും അതിനോട് ചേർന്ന് റേറ്റും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് നമുക്ക് ഓൺലൈനായിട്ടും വഴിപാടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓരോ നിറപറയ്ക്കും ഓരോ ഗുണങ്ങളാട്ടോ ഉള്ളത്. ഞാൻ ഇവിടെ വന്ന് മഞ്ഞൾപ്പറ വഴിപാടായിരുന്നു ചെയ്തത്. മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഈ വഴിപാട് ചെയ്യുന്നത്. ഇതുകൂടാണ്ട് ഭർത്താവിന്റെ ദീർഘായുസിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കുമായി നെൽപ്പറ വഴിപാട് ചെയ്യാറുണ്ട് കേട്ടോ. രോഗശമനത്തിന് വേണ്ടി മലർപ്പറയും, സമയദോഷമുള്ളവർക്ക് എള്ളു പറയും, മാനസിക ദുരിതം അനുഭവിക്കുന്നവർക്ക് പൂവ് പറയും ഒക്കെ ഇവിടെ വിവിധ ദേശങ്ങളിൽ വന്ന ഭക്തർ വഴിപാടുകളായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയപ്പോ വഴിപാട് കൗണ്ടറിന്റെ മേലെയായിട്ട് നമ്മുടെ ഗുരുവായൂരിലൊക്കെ കാണുന്ന വലിയ തരം ഫാനില്ലേ, അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ നിന്ന് നേരെ ഒരു ചെക്കിംഗ് ഉണ്ട്, അതും കടന്ന് നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഉള്ളിലത്തെ വിഗ്രഹങ്ങളും പൂജകളും തിരക്കുകളും ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാവുന്ന കാഴ്ചകളാണ് കേട്ടോ. സ്വയംവര പുഷ്പാഞ്ജലിക്ക് ശേഷം ഞാനൊരു മഞ്ഞൾപ്പറ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കയ്യിൽ ഒരു മഞ്ഞൾ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതൊന്നല്ലെങ്കിൽ നമുക്ക് നടയിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഇതൊന്ന് ചാരിച്ച് നമുക്ക് നെറ്റിയിൽ തൊടാട്ടോ. പിന്നെ പോണ വഴി നമ്മൾ പ്രസാദ കൗണ്ടറും പുഷ്പാഞ്ജലിയും ഒക്കെ കണ്ടു. അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത്. എന്തായാലും ഇത്ര ദൂരത്തു നിന്ന് വന്നതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അരവണ പ്രസാദമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഈ ഒരു സമയത്താണെങ്കിൽ തിരക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. വിവാഹ സൗഭാഗ്യം മാത്രമല്ല, കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുമായിട്ട് നിരവധി ഭക്തർ ഇവിടെ വന്നു ചേരാറുണ്ട്. ശ്രീകോവിലിന്റെ മുൻവശത്ത് നന്ദികേശന്റെ വിഗ്രഹമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനം നൽകുന്ന ഗണപതി ദേവൻ, അതായത് വിഘ്നേശ്വരൻ, സ്ഥിതി ചെയ്യുന്നു. നാലമ്പലത്തിന് പുറത്തും ചുറ്റുമതിലിനകത്തുമായി മിഥുനം രാശി പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന സതീദേവിയുടെയും ഭക്തരെ സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്ന കാളി ദേവിയുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള വഴിയും. ഇതിനു മുമ്പ് നമ്മൾ കേരള പഴനിക്ക് ദർശനത്തിനായിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. അതും ഇതേപോലെ വളരെ പ്രത്യേകതയുള്ള ഒരു അമ്പലം തന്നെയാട്ടോ. ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം പ്രത്യേകതകളും ശക്തിയുമുള്ള അമ്പലത്തിലേക്ക് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇനിയൊരു അവസരം കിട്ടുമ്പോൾ എന്തായാലും പോകണം കേട്ടോ. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ട് സോപാന സംഗീതം പാടുന്ന ഒരു ചേച്ചീനെ കണ്ടു കേട്ടോ. അപ്പൊ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടാണ് അവര് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന സംഗീതം ശിവനെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നതും ഭയങ്കര ഡിവോഷണലും ആണ് കേട്ടോ. ഇതും കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയാൽ തന്നെ കച്ചവടത്തിന്റെ വലിയൊരു ലോകം നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാവിധ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിൽ ഏതെടുത്താലും 10, ഏതെടുത്താലും 20ന്റെ പല കടകളും ചെടികളും തൈകളും വിഗ്രഹങ്ങളും കമ്മലുകളും ചെടിച്ചട്ടുകളും ഭംഗിയുള്ള പാത്രങ്ങളും പലഹാരങ്ങളും എല്ലാം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും മനസ്സിന്. ദർശനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പതുക്കെ നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് തിരിച്ചു വിട്ടു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ കഴിക്കാവുന്നതാണ്. അടുത്ത് തന്നെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ അമ്പലത്തിലേക്ക് എത്ര പേര് വന്നിട്ടുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണോ അതോ നമ്മുടെ ഈ വീഡിയോയിലൂടെയാണോ ആദ്യമായിട്ട് ഈ അമ്പലത്തെ കുറിച്ച് കേൾക്കുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് KSRTCയുടെ 8 മണിക്കുള്ള സ്പെഷ്യൽ എഡീഷൻ ബസ്സും നമ്മൾ കണ്ടിരുന്നു കേട്ടോ. KSRTC ബസ് യാത്രയെ കുറിച്ച് എനിക്ക് കൂടുതൽ വിവരമൊന്നുമില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. എന്തായാലും ഈ അമ്പലത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമ്മള് ക്ഷേത്രത്തിലോട്ടൊക്കെ പോയി ഒരു മഞ്ഞൾപ്പറയൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണ സഫലം അത് മാത്രല്ല, നമുക്ക് ജോലി, ദാമ്പത്യ ജീവിതം, പഠനം, എല്ലാത്തിനുമുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് 12ാമത്തെ ദിവസം, അതായത് അവസാനത്തെ ദിവസം. വർഷത്തില് 12 ദിവസത്തിൽ തുറക്കുന്നത് 12ാമത്തെ ദിവസമായിട്ടോ നമ്മളിപ്പോ ഇന്ന് കണ്ടത്. അപ്പൊ വളരെയധികം പോസിറ്റീവ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പൊ അടുത്ത തവണ ഈ അമ്പലം തുറക്കുമ്പോൾ നിങ്ങൾ മറക്കാണ്ട് എന്തായാലും വരണം. ഇതിനു മുമ്പ് നമ്മൾ കേരള പഴനിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതും ഒരു മനോഹരമായ ക്ഷേത്രമായിരുന്നു. ഇതുവരെ ആരെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒന്ന് പോയി കാണണമെന്ന് ഞാൻ പറയൂ കേട്ടോ. വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളിലേക്ക് ഈ വീഡിയോസ് എത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇല്ലേ, അത് പഠിച്ച് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുവരെ എല്ലാവർക്കും